മോളെന്താ ഇവിടെ കിടക്കുന്നേ? പോകുന്നില്ലേ? ഇന്ന് അച്ഛൻ്റെ കൂടെ കിടക്കാം. അത് വേണ്ട, ഇച്ചായൻ അവിടെ തനിച്ച് കിടന്നോളൂ അച്ഛാ. ആ തടിയനെ ആരും തൂക്കിക്കൊണ്ട് പോവില്ല. നാത് അവളുടെ ചെവിയിൽ മുറുകെ പിടിച്ചു. ആ അച്ഛാ, ഒരച്ഛനുമില്ല, ഓടിപ്പോയിക്കോ. അവൾ ചിണുങ്ങിക്കൊണ്ട് എഴുന്നേറ്റു. ദേ കൃഷ്ണ, ഞാൻ മിണ്ടൂല. ആ മിണ്ടണ്ട. പോകാനായി നടന്നവൾ തിരിച്ചു വരുന്നു. എന്താ? അച്ഛന് സങ്കടമൊന്നുമില്ലല്ലോ? എന്തിന്? ഒരു സങ്കടമില്ല. ആനി, നീ എത്തിയോടി? വാഷ്റൂമിൽ നിന്ന് അവൻ ഉറക്കെ ചോദിച്ചു. അവൾ ശബ്ദം താഴ്ത്തി മൂളി. അവൻ്റെ മുഴക്കത്തോടെയുള്ള ചിരി ഉയർന്നു. എന്തിനാ വട്ട അട്ടഹസിക്കുന്നേ? എൻ്റെ കൊച്ച് പേടിച്ചോടിയതല്ലേ? അയ്യടാ, ഒരു പേടിയില്ല. ഈ ഡെന്നീസിനെ കണ്ട് പേടിക്കുന്നത് എന്തിനാ? ഇന്ന് നമ്മൾ അങ്ങ് മഞ്ഞ് വീഴുന്ന കാശ്മീർ വരെ പോവുമല്ലേ? അതിൻ്റെ പേടിയാവും. പോയിച്ചാ, ഇപ്പം മഞ്ഞ് വീഴുന്നില്ല. വീഴ്ത്താം. എന്താ? അവളുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് പടർന്നു പിടിച്ചു. ആനി, എന്താടി ഒന്നും പറയാത്തേ? നീ പോയോ? ഇല്ല, ഇച്ചായൻ കുളിച്ചു കഴിഞ്ഞോ? ഇത്തിരി ലേറ്റാവും പൊന്ന. പിന്നെ ബെഡിൽ ഒരു പാക്കറ്റ് ഇരിപ്പുണ്ട്, അത് കൊച്ചിനാ. ഇഷ്ടായോന്ന് നോക്കിയിട്ട് പെട്ടെന്ന് മാറി വാ. അവൾ പുഞ്ചിരിയോടെ പാക്കറ്റ് പൊട്ടിച്ചു. ഒരു യെല്ലോ ട്രാൻസ്പാരന്റ് സാരി വിത്ത് ബ്ലൗസ്. ഇച്ചായ, നിഷ ഉറക്കെ വിളിച്ചു. പ്ലീസ് പൊന്ന. അന്ന് മിന്നുകെട്ടിന് നന്നായിട്ടൊന്ന് കാണാൻ പറ്റിയില്ല. അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. സാരി വിടർത്തിയിട്ട് പിൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഡോറിലൊരു തട്ട്. കഴിഞ്ഞില്ലേ പൊന്ന? ഇത്ര അത്യാവശ്യം എന്താ? നിഷ ചോദിച്ചു. വെയിറ്റ് ചെയ്ത് ഞാൻ മടുത്തടി. പിന്നെ അവൻ്റെ സംസാരം ഒന്നും കേട്ടില്ല. അവൾ മുന്നിലെ കണ്ണാടിയിലേക്ക് നോക്കി. ഇന്ന് നീ ഒരുപാട് ആഗ്രഹിച്ച ദിവസമല്ലേ ആനി? പിന്നെന്താ ഒരു മടി? ചെല്ല്, പതിയെ പറഞ്ഞു. പുറത്തിറങ്ങുമ്പോൾ പല നിറത്തിലുള്ള ക്യാൻഡിൽ ലൈറ്റ്, വല്ലാത്ത മണവും. അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു. അരണ്ട പ്രകാശത്തിൽ മുന്നിലേക്ക് വരുന്ന രൂപം. ആ സാരിയിൽ അവളുടെ അംഗലാവണ്യം എടുത്തു കാണിക്കുന്നു. നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന തൻ്റെ മിന്നിലൂടെ താഴേക്ക് കണ്ണുകൾ ചലിച്ചു. നേർത്ത സാരിക്കിടയിലൂടെ അവളുടെ വെളുത്ത ആലില വയറ് തെളിഞ്ഞു കാണാം. ആനി, എന്താടി അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങ് വാ കൊച്ചേ. അവൾ പരുങ്ങലോടെ പതിയെ നടന്നു. എന്താ കൊച്ചേ? ഇച്ചായൻ്റെ പൊന്നിന് എന്തേലും സങ്കടമുണ്ടോ? എൻ്റെ കർത്താവേ, എത്ര നാൾ കാത്തിരുന്നതാ. ഇത്തിരി നാണം വാരി വിതറാന്ന് വെച്ചാൽ ഈ വട്ടൻ സമ്മതിക്കില്ലേ? എന്തിന്? ഒന്നുമില്ല, നാണിച്ചതാ. നന്നായിട്ടില്ലേ? പെട്ടെന്ന് തല ഉയർത്തി അവൾ പറഞ്ഞു. ആണോ? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അവളുടെ കണ്ണിലേക്ക് മാത്രം നോക്കി നിൽക്കുവാണ് ഡെന്നി. വേണ്ടല്ലേ? അവൻ്റെ നോട്ടം താഴേക്ക് ചുണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ നിഷയുടെ ഹൃദയമിടിപ്പ് കൂടി. ഡെന്നിച്ച. ചുണ്ടുകൾ പതിയെ അകന്നതും അവയെ അവൻ സ്വന്തമാക്കി. നിഷ അവൻ്റെ അരയിൽ മുറുകെ പിടിച്ചു. നുണഞ്ഞെടുത്തുകൊണ്ട് ഡെന്നി പിന്മാറി. എൻ്റെ സുന്ദരിക്ക് ഇനി എന്നും ഈ വേഷം മതി. അയ്യോ, എനിക്ക് ഈ സ്ലീവ്ലെസ് ബ്ലൗസ് ഇഷ്ടമല്ലിച്ച. ഇപ്പോൾ റൂമിൽ ഇച്ചായൻ്റെ മുന്നിലായതുകൊണ്ട് ഇട്ടതാ. മറ്റാരും കാണാതെ മതിയാനി, എൻ്റെ മുന്നിൽ മാത്രം. അവൻ ആ ചെഞ്ചുണ്ടിൽ പതിയെ തഴുകി. ചെറിപ്പഴം പോലെ ആയല്ലോ ആനി, കടിച്ചെടുക്കാൻ തോന്നുന്നു. നാവിനാൽ തഴുകിയതും നിഷ കണ്ണുകൾ അടച്ചു പിടിച്ചു. അവളെ കയ്യിൽ വാരിയെടുത്തു. ഇന്ന് ഞാൻ ഒരു ബട്ടർഫ്ലൈ ആകും, ഡെന്നി പറഞ്ഞു. അരികിൽ അവൻ കിടക്കുന്നത് അറിയുന്നുണ്ട്, പക്ഷേ ഒരനക്കവുമില്ല. അവൾ കണ്ണുകൾ കുറച്ച് തുറന്നു. തല ചരിക്ക് മുന്നേ അവൻ ഉയർന്നു വന്നു. നിഷയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ആദ്യമായാണ് ഇങ്ങനെ ഡെന്നിയെ കാണുന്നത്. ആനി, കണ്ണടയ്ക്കരുത്. നീ ആഗ്രഹിച്ചതല്ലേ? ചെവിയിൽ ചുണ്ടടുപ്പിച്ചാണ് പറഞ്ഞത്. നിഷ മൂളി. മുഖമാകെ ചുംബിച്ചുകൊണ്ട് താഴേക്ക് അവൻ നൂണ്ടിറങ്ങി. ബ്ലൗസിന് മേലെ കൂടി മാറിൽ മുഖം ചേർത്ത് വെച്ചു. ഡെന്നിച്ച. അവൾ ഏങ്ങിപ്പോയി. അവൻ കണ്ണുകൾ ഉയർത്തി. അണിവയറ്റിൽ ചുണ്ടുകൾ പതിച്ചതും അവളുടെ കാലൊന്ന് ചുരുണ്ടു. ചുഴിയിൽ അമർത്തി ചുംബിച്ചു. അവൻ ദിശ മാറി സഞ്ചരിക്കുന്നു. പെട്ടെന്ന് ഡെന്നിയെ തള്ളി മാറ്റി അവൾ ചാടി എഴുന്നേറ്റു. എന്താനി, പേടിയുണ്ടോ? അവൾക്കടുത്ത് ചേർന്നിരുന്നു. മുടിയെ വകഞ്ഞു മാറ്റി പിൻകഴുത്തിലെ ചെമ്പൻ രോമക്കൊടികളെ തഴുകിക്കൊണ്ട് ഹൂക്കിൽ വിരൽ വെച്ചു. ഇച്ചായ. നേർത്ത സ്വരം. അവൻ കണ്ണടച്ച് പുഞ്ചിരിച്ചതും ആ നഗ്നമായ നെഞ്ചിൽ മുഖമിട്ടുരസി. നാണത്തോടെ മുന്നിൽ അവൾ. അവൻ്റെ ശരീരം ചൂട് പിടിക്കുന്നു. പതിയെ ആ കുഞ്ഞിപ്പെണ്ണിലേക്ക് അമർന്നു. അവൻ്റെ കണ്ണിലെ പ്രണയം പിന്നീടത് കാമമായി മാറി. ആ വെള്ളാരം കണ്ണുകൾ ചുവന്ന് കയറി. ഇച്ചായ, എവിടെ പോവാ?
വേണ്ട ആനി, ഈ കണ്ണ് നിറയുന്നത് അതെനിക്ക് പറ്റില്ല. അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. കുസൃതിയോടെ ചിരിച്ചു. ഡോക്ടർ എന്ന പേര് മാത്രമേ ഉള്ളൂ അല്ലേ? എൻ്റെ കുറുമ്പിയുടെ ഈ സ്വഭാവം, അതാ എനിക്കിഷ്ടം. അവളുടെ കണ്ണുകൾ മേലേക്ക് മറിയുന്നു. പതിയെ കുറുകലുകൾ ഉയർന്നു. കിതപ്പോടെ മാറിലേക്ക് ചേർന്നവനെ പൊതിഞ്ഞു പിടിച്ചു. നിമിഷങ്ങൾക്ക് ശേഷം അടുത്ത് കിടക്കുന്നവളെ നോക്കി മീശ പിരിച്ചു വെച്ചു. ദേ അടിക്കും ഞാൻ. പെണ്ണെ, ഓരോന്ന് പറഞ്ഞ് എന്നെ പിരികയറ്റാതെ. അവന് മേലെ കിടന്നുകൊണ്ട് നെഞ്ചിൽ താടിയൂന്നി. എനിക്ക് ഉറക്കം വരുവായിച്ച. ഉറങ്ങിക്കോ. വേനൽ മാറി മഴക്കാലം വരവറിയിച്ചു. 6 മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു പ്രഭാതം. എടാ ചെക്ക, നമ്മൾ വരുന്നുണ്ടെന്ന് നീ പറഞ്ഞില്ലല്ലോ? ഇല്ല. എന്തിനാ വേദൂട്ടി കരയുന്നേ? അച്ഛൻ്റെ ചുന്ദരിയല്ലേ? കയ്യിലിരിക്കുന്ന ഇളയ കുഞ്ഞിപ്പെണ്ണിനെ നോക്കി ഹരി ചോദിച്ചു. അപ്പോൾ ദേണ്ടടാ, ഋതിക്കും ഒപ്പം കരഞ്ഞു തുടങ്ങി. ഹരി പിന്നിലേക്ക് നോക്കി വെളുക്കനെ ചിരിച്ചു. അരുണയുടെ കണ്ണുകൾ കൂർത്തു. നോക്കണ്ട, കാറിലിരുന്ന് എനിക്ക് പറ്റില്ല. അവൾ ഡ്രൈവറെ നോക്കിയാണ് പറഞ്ഞത്. ഒരുവിധം മക്കളുടെ കരച്ചിലടക്കാൻ ദേവികയും വല്യമ്മച്ചിയും അവർക്കൊപ്പം കൂടി. ഈ പിള്ളേര് കുപ്പിപ്പാല് കുടിക്കില്ല, അതല്ലേ കഷ്ടം. അരുണ ദേഷ്യത്തോടെ പറഞ്ഞതും ഹരി ചിരിയടക്കാൻ കഴിയാതെ തല താഴ്ത്തി കുഞ്ഞിപ്പെണ്ണിനെ നോക്കി കണ്ണിറുക്കി. ഒരു വാക്ക് പറയാതെ വന്നു അല്ലേ? ഇന്നലെ ഞാൻ അമ്മച്ചിയെ വിളിച്ചതല്ലേ? നീരജ പരിഭവത്തിലാണ്. എൻ്റെ പെണ്ണെ, ഈ അരുണയുടെ പ്ലാനാ എല്ലാം. ഡെന്നിയും ആനിയും രണ്ടുപേരെയും എടുത്ത് നടന്ന് കളിപ്പിക്കുവാണ്. അല്ല, ഇങ്ങനെ നടന്നാൽ മതിയോ? നിങ്ങൾക്കും വേണ്ടേ? ഹരി ചോദിച്ചു. എനിക്ക് വലിയ വെപ്രാളമില്ല. നീയല്ലേ ഈ കാര്യത്തിൽ കേമൻ. അടുത്തതിനി എന്നാ? ഡെന്നി പറഞ്ഞതും നിഷയും അരുണയും ചമ്മലോടെ തിരിഞ്ഞു നിന്നു. ഓഹ്, ഈ പിള്ളേര് സമ്മതിക്കുന്നില്ലടാ. എന്നാലും ഒന്ന് നോക്കണം. ഇനിയും 2 മതി, അപ്പം 4. നീ വാടാ ഹരി, നിന്റെ കൃഷി ഓഫീസ് ഞാൻ അടച്ചു പൂട്ടി സീല് വെക്കും. അരുണ ചാടി തുള്ളി അകത്തേക്ക് പോയി. എന്നാലും എൻ്റെ ഹരി, കൃഷി ഓഫീസ് ഇല്ലാതെ വന്നാൽ വയറ്റിപ്പിഴപ്പ് പോകുമല്ലോ. ഡെന്നി കളിയാക്കി. പിന്നാലെ രണ്ടിൻ്റെയും ചിരി ഉയർന്നു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. മക്കൾ ഉറങ്ങിയോ മോളെ? നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ ഉറക്കം ഇത്തിരി കൂടുതലാ, നാഥ് പറഞ്ഞു. അതെങ്ങനെ കൂടാതിരിക്കും? രാത്രി മുഴുവൻ എഴുത്താണ് ചേച്ചി. വെളുപ്പിന് എപ്പോഴും ആണ് കിടക്കുന്നത്. എത്ര പറഞ്ഞാലും ഈ അച്ഛൻ കേൾക്കില്ല. നിഷ അയാളെ രൂക്ഷമായി നോക്കി. അച്ഛൻ കണ്ണടച്ചു. നാഥ് ദേവികയോട് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. അവർ ഭവ്യതയോടെ മറുപടി പറഞ്ഞു. എന്തായാലും നിങ്ങൾ വന്നു. എല്ലാവരെയും കൂട്ടാമായിരുന്നു. എൻ്റെ നീരജെ, നാൻസിക്ക് വിശേഷമുണ്ടെന്ന്. സൂസന് ഒറ്റയ്ക്ക് പോകാൻ പേടി. അങ്ങനെ എഡിനും ഇസബല്ലയും അവൾക്കൊപ്പം പോയി. മനുവിന് ക്ലാസ് നടക്കുക. പഠിപ്പ് മാത്രമല്ല, വായുനോട്ടവും ചെക്കന് കൂടുതലാ. റോസമ്മ മരിച്ചിട്ട് 2 മാസം തികഞ്ഞല്ലോ. ചാണ്ടിയുടെ സ്വത്തുക്കളെല്ലാം അനാഥാലയത്തിലേക്ക് കൊടുക്കാനുള്ള എഴുത്ത് പണികൾ നടക്കുക. അവർ രണ്ടും അതിന് പിന്നാലെയുള്ള ഓട്ടത്തിലാണ്. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? മകൾക്ക് വേണ്ടി അയാൾ വാരി കൂട്ടിയതല്ലേ എല്ലാം? നാഥിന് സംശയം. വല്യമ്മച്ചി പുഞ്ചിരിയോടെ എഴുന്നേറ്റ് അയാളുടെ തോളിൽ കൈവച്ചു. എൻ്റെ കൊച്ചനെ, അവളോട് ചാണ്ടി ചെയ്ത ക്രൂരത ആ പെണ്ണ് ക്ഷമിക്കും. പക്ഷേ നിന്നോടും ഒരു പിഞ്ചു കുഞ്ഞിനോടും കാട്ടിയ അനീതി അവൾക്ക് പുറത്തു കൊടുക്കാൻ പറ്റില്ല. ആ വീട് പോലും അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു കളഞ്ഞു. അറിയാലോ അതിൻ്റെ വാശി. തൻ്റെ പിന്നാലെ പ്രണയം പറഞ്ഞു നടന്ന ആ പഴയ മേരിക്കുട്ടിയെ ഓർത്തുകൊണ്ട് അയാൾ മൂളി. അമ്മയെ കണ്ടിട്ട് കുറച്ചായി. ഈ ആഴ്ച അച്ഛൻ്റെ പുസ്തക പ്രകാശനമാണ്. ആ ഫംഗ്ഷൻ കഴിഞ്ഞ് നാട്ടിലേക്ക് വരാം. ഹരിയേട്ടൻ്റെ സ്വർഗത്തിൽ നിന്ന് കുറച്ച് പച്ചക്കറിയും പിച്ചണം. അയ്യോ, പച്ചക്കറി പിച്ചിക്കോ, ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ പൊന്ന. ഇവൻ്റെ സ്വഭാവമായിരിക്കും പച്ചക്കറിയും. എനിക്ക് മേലായേ. കുഞ്ഞുങ്ങൾ രണ്ടും കരഞ്ഞു തുടങ്ങി. അരുണ കൈ കഴുകി ഓടടാ ഓട്ടം. ഡാ മതി കുത്തി കയറ്റിയത്, തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. ഹരി ചമ്മിപ്പോയി. അരുണ ഒരാൾക്ക് പാല് കൊടുത്തു. പാവം വിശന്നിട്ടാവും, അവൻ പറഞ്ഞു. ആ, അതെനിക്ക് മനസ്സിലായി. ഹരിയുടെ കയ്യിലിരുന്ന് ചെക്കൻ നിർബന്ധം പിടിച്ച് കരയുന്നു. നീ ഒരു കാര്യം ചെയ് ഹരി. അയ്യോ, അത് പറ്റില്ല പെണ്ണെ. അവൾ എന്താണ് പറഞ്ഞു വന്നത് എന്ന് മനസ്സിലായതും അവൻ ഇടയ്ക്ക് കയറി. കുട്ടികളുടെ കരച്ചിലും അമ്മമാരുടെ സംസാരവും കൊണ്ട് വീടുണർന്നു. രാത്രി കുഞ്ഞുങ്ങളെ തോളിൽ കിടത്തി ഉറക്കിയത് നാഥാണ്. നിഷ അച്ഛൻ്റെ മുഖത്തെ സന്തോഷത്തിൽ നോക്കി പുഞ്ചിരിയോടെ ഇരുന്നു. ഇടിയോട് കൂടിയ മഴ നല്ല ശബ്ദത്തോടെ പെയ്തിറങ്ങി. ഇച്ചയ, ഉറങ്ങിയില്ലേ ആനി? ഇല്ല. അച്ഛന് കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കാൻ വലിയ ഇഷ്ടമാണ് അല്ലേ കൊച്ചേ?
നമുക്ക് അതങ്ങ് സാധിച്ചു കൊടുക്കാം കേട്ടോ. നിഷയുടെ മനസ്സറിഞ്ഞാണ് അവൻ പറഞ്ഞത്. ആ നിമിഷം അവൾ അവനിലേക്ക് ലയിച്ചു ചേർന്നു. എല്ലാം മറന്ന് നാഥ് ശാന്തമായി ചിരിച്ചു. അയാൾ എഴുതിയ പുസ്തകത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി എഴുതി ചേർത്തുകൊണ്ട് അവസാന താളിൽ ഇങ്ങനെ എഴുതി: ശുഭം.